കോർണർ. അപ്പോൾ ഇത് നമ്മുടെ ഫോട്ടോഷൂട്ട് വീഡിയോ ഇല്ലേ, അതിൽ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ ഒരു സസ്പെൻസ് കൂടെ ഉണ്ടെന്ന്. നമ്മുടെ ഫോട്ടോഷൂട്ട് വീഡിയോ കണ്ടവരാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാനത് പകുതി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് ഈ തലവേദനേൻ്റെ പ്രോബ്ലം ഒക്കെ ആയതുകൊണ്ട് ഞാനത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂ ആയിട്ടുള്ള വീഡിയോ ആണിത്. നമ്മുടെ സസ്പെൻസ് എന്താണെന്ന് പറയാൻ പോകുന്ന വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണണേ. അതേപോലെ തന്നെ ഇതിൻ്റെ മുന്നേ ഉള്ള ആ ഒരു ഷൂട്ടിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ അതും ഒന്ന് പോയി കാണുക. എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്താണെന്ന് മനസ്സിലാവുള്ളൂ. സസ്പെൻസ് എന്താണെന്ന് കാണിക്കുന്നതിൻ്റെ മുന്നേ ഞാൻ കൃഷുവിന് ഇതാ ഫുഡ് കൊടുക്കുകയാണ്. അവന് ഫുഡൊക്കെ കൊടുത്ത് ഞങ്ങളും ഫുഡൊക്കെ കഴിച്ച് എല്ലാം റെഡിയായിരിക്കാമെന്ന് വിചാരിച്ചു. അവന് ഞങ്ങൾ കഞ്ഞിയാണ് കേട്ടോ കൊടുക്കുന്നത്. ആൾക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ എങ്ങനെയല്ലോ കുറച്ച് കുടിച്ചു, കുറച്ച് മാത്രമേ കഴിച്ചുള്ളൂ. അതുകൊണ്ട് പിന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു വൈകുന്നേരം ഉണ്ടാക്കിയ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞുകൊണ്ട് അത് കയ്യിലെടുത്തു കൊടുത്തു. അവനിങ്ങനെ തന്നെ കഴിച്ചോളും. ചപ്പാത്തിയും ദോശയും ഒക്കെ കയ്യിൽ കൊടുത്താൽ അങ്ങനെ കഴിച്ചോളും. അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞങ്ങളും കഴിക്കാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ നമ്മുടെ പനീർ റൈസും പിന്നെ വൈകുന്നേരം ചായക്ക് കുറച്ച് ചിക്കൻ കറി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഒരാൾ പിണങ്ങിയിരിക്കുകയാണ്. ഹോളിലേക്ക് പോകാനുള്ള വാതിൽ ഞങ്ങൾ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് പിണങ്ങി. അമ്മേൻ്റെ ചുണ്ടന്നാരാ? അമ്മേൻ്റെ ചുണ്ടന്നാരാ? എന്താ ഇന്ന് പറ. കിശുട്ട അമ്മേൻ്റെ മോനാണോ അമ്മമ്മേൻ്റെ മോനാണോ? അമ്മേൻ്റെ മോനാണോ അമ്മമ്മേൻ്റെ മോനാണോ? അമ്മമ്മേൻ്റെ അച്ഛൻ്റെ മോനാ? അമ്മേൻ്റെ മോനല്ല, അച്ഛൻ്റെ മോനാ? അമ്മേൻ്റെ മോനല്ല. എന്നാലും ഇത് പറ കിശുട്ടെ, അമ്മേൻ്റെ മോനാണോ പപ്പേൻ്റെ മോനാണോ? അത് ശരി, അമ്മേൻ്റെ മോനല്ല. കിശുട്ടെ, അമ്മേൻ്റെ ചുണ്ടന്നാരാ? അമ്മേൻ്റെ പൊന്നു, അമ്മേൻ്റെ പൊന്നൂശാരാ? അമ്മേൻ്റെ മുത്തുമണി. കുറച്ച് സമയം അവൻ്റെ കൂടെ കളിച്ച് അവന് പാല് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുക്കുകയാണേ. മോനെന്താ കുടിച്ചേ? കുഞ്ഞനെന്നാ കുടിച്ചേ? കുഞ്ഞനെന്നാ കുടിച്ചേ? ഇപ്പൊ പറ. എന്നാ മോനിപ്പോ കുടിച്ചേ? ഞങ്ങളിത് അവൻ്റെ കളിയൊക്കെ കണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മേനോട് ഞാൻ പറഞ്ഞു അമ്മയൊന്ന് ചിരിക്ക്. പിന്നെ ഇവിടുന്ന് കമൻറ്റ് വരുന്നുണ്ട് അമ്മ ചിരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പോയി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വിരിച്ചു. പിന്നെ ഇതാ നമ്മുടെ കൃഷു ഇവിടുന്ന് അവൻ്റെ ടെഡ്ഡിയെ എടുത്തിട്ട് ഭയങ്കര കളിയാണ്. രാത്രിയായ പിന്നെ മൂപ്പർക്ക് ഉറക്കമൊന്നുമില്ല. അവൻ്റെ സമയം ആകുന്നത് വരെ ഇങ്ങനെ എന്തെങ്കിലെല്ലാം കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ പോയി എൻ്റെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെക്കാൻ വിചാരിച്ചു. ഞാൻ രാത്രി കിടക്കുന്ന സമയത്ത് ഇങ്ങനെ മടഞ്ഞിട്ട് കെട്ടി വെച്ചിട്ടാണ് കേട്ടോ കിടക്കാറ്. അല്ലെങ്കിൽ എനിക്കൊരു മാതിരി പോലെ തോന്നും. അപ്പോഴേക്കും അമ്മ ഇതാ പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷേങ്കിൽ അവന് കളി തന്നെ. സമയം ഇതാ 12:15 എന്നാലും അവൻ ഉറങ്ങേണ്ട സമയമായിട്ടില്ല കേട്ടോ. അതുവരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഗുഡ് നൈറ്റ് എന്ന് പറ. ഗുഡ് നൈറ്റ് അങ്ങനെയല്ല, ഗുഡ് നൈറ്റ്.
നേരത്തെ നല്ലോണം പറഞ്ഞല്ലോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സർപ്രൈസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയാണ്. നമ്മൾ സർപ്രൈസ് വരാൻ സമയം ആവുന്നതേ ഉള്ളൂ. ഒരു രണ്ടല്ല ഒരു 3-4 മണിയൊക്കെ ആവും ഇങ്ങ് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് വരേക്കും നമുക്ക് കുറച്ച് സമയം ഉറങ്ങണ്ടേ. അപ്പോൾ ഉറങ്ങിയിട്ട് കാണാം. ചെറിയൊരു അബദ്ധം പറ്റിപ്പോയി. ഞാൻ കുറച്ചങ്ങ് കിടന്നുറങ്ങിപ്പോയി. അതുകൊണ്ട് വന്ന സമയത്ത് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ സർപ്രൈസ് ഇതാ ഇവിടെ കിടക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, നിവേട്ടനാണ്. ആള് കഴിഞ്ഞ മാസം പോയിട്ടേ ഉള്ളൂ. ഈ മാസം ദേ പോയി ഇതാ വന്നു എന്ന് പറഞ്ഞ പോലെ ഇങ്ങ് എത്തിയിട്ടുണ്ട്. ഭാര്യേനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാട്ടോ വന്നത്. പറഞ്ഞു തന്നെ ഒന്നുമല്ല, മോനെ കാണാനായിരുന്നു ഓടി വന്നത്. ഓരോ കാരണവും പറഞ്ഞു. കൃഷി ഇതാ പപ്പേൻ്റെ കീബോർഡും ലാപ്ടോപ്പും എല്ലാം എടുത്ത് കളിക്കുന്നുണ്ട്. ഇങ്ങ് വന്നിട്ടേ ഉള്ളൂ. അപ്പം തന്നെ ഒരു ബോട്ടിലെടുത്ത് തലക്കിട്ട് അടിയെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇനി വഴിയെ കിട്ടിക്കോളും നിവേട്ടന്. പപ്പ കൊടുത്ത ഈ ടോയ് എല്ലാം നോക്കി ഇരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചെല്ലാം കൊടുത്ത് അത് കണ്ടപ്പോൾ തന്നെ ആള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. എല്ലാം എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ട്. കുറച്ച് സമയം അതൊക്കെ കൊണ്ട് കളിച്ച് ഞാൻ അവന് പിന്നെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. ഇന്ന് നൂൽപ്പിട്ടും ഇഷ്ടമായിരുന്നു കറി. അതവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കഴിക്കാൻ വലിയ മടിയൊന്നുമില്ല, ഞാൻ കഴിച്ചോളും. പിന്നെ അച്ഛനും നിവേട്ടനും ഇതാ ഇവിടുന്ന് കഴിക്കുന്നുണ്ട്. അവർക്കത് കഴിഞ്ഞിട്ട് എവിടെയോ പോകണം. ആക്ച്വലി നിവേട്ടൻ വന്നത് എന്തെല്ലോ പേപ്പേഴ്സൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് പോകാൻ വേണ്ടി റെഡിയായിട്ട് ഇരിക്കുകയാണ് അച്ഛനും നിവേട്ടനും കൂടെ. അപ്പം പോകുന്ന കണ്ടപ്പോഴത്തേക്ക് കൃഷുവും ചാടി കാറിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ കാറിലുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വെച്ച എന്തോ ക്രീമും ലിപ്സ്റ്റിക്കെല്ലാം ഉണ്ടായിരുന്നു. അതെല്ലാം എടുത്ത് എനിക്ക് തന്നു. അങ്ങനെ അവർ പോയി. അപ്പം പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അവരിനി വരാൻ കുറച്ച് ലേറ്റാവും. പിന്നെ നമ്മുടെ സസ്പെൻസ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നും കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാനിവിടെ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്ത പാർട്ട് വേഗം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.